സുചേട്ടൻ മരിച്ച വർഷം പോലും രേണുവിന് ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞു. ഓൺലൈൻ നമ്മുടെ നല്ല കാര്യങ്ങളല്ലേ വർഷങ്ങൾ ഓർക്കുന്നത്, നമ്മുടെ ദുരന്തം നടന്ന വർഷങ്ങളൊന്നും. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് രേണു സുധി അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചൻ. മേ ബി ഈ വീഡിയോ കാണുന്നതിൽ കുറച്ച് പേർക്കെങ്കിലും ഈ സംസാരിക്കുന്ന കോണ്ടന്റിനോട് വലിയ താല്പര്യം കാണില്ല. പക്ഷെ എന്താ ചെയ്യുക, സ്ഥിരം ഞാൻ ഒന്ന് ഇൻസ്റ്റഗ്രാം തുറന്ന് നോക്കിയാൽ നമ്മൾ ഫോളോ ചെയ്യുന്ന നമ്മുടെ പേഴ്സണൽ ഫേവറേറ്റ് ഫ്രണ്ട്സിൻ്റെ അക്കൗണ്ട് അല്ലാത്ത അക്കൗണ്ടുകൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഫുള്ള് രേണു ചേച്ചിയുടെ കോണ്ടന്റ് മാത്രമേ ഉള്ളൂ. രേണു ചേച്ചി പറയുന്നത് ആക്കുന്നത്, രേണു ചേച്ചി തന്നെ ഒരുപാട് സ്റ്റോറീസും അതും ഇതും മറ്റേ സീറ്റ് ബെൽറ്റും ഫോട്ടോസും പിന്നെ ട്രൗസറും നിക്കറും അങ്ങനത്തെ കുറേ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കി എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് കൊണ്ട് ഞാൻ ആ വിഷയത്തിലോട്ട് പോയിരുന്നില്ല. എന്നാൽ ഞാൻ ഈ അടുത്ത സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്ത രേണു സുധിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് അല്ലെങ്കിൽ അഗെയിൻസ്റ്റ് പോലെ ഞാൻ സംസാരിച്ച ഒരു വിഷയം തന്നെയായിരുന്നു രേണു സുധീൻ്റെ ഹസ്ബൻഡ് മരിച്ചത് 25ആണ്, 24ആണ്, 23ആണ്, 22ആണ്, എനിക്ക് ഓർമ്മയില്ല എന്നുള്ളൊരു സാധനം. അതിന് എക്സ്പ്ലനേഷനുമായിട്ട് ചേച്ചി വരുമ്പം പിന്നെ നമ്മളൊരു മറുപടി കൊടുക്കാണ്ടെന്ന മോശമല്ലേ. സോ അതാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോയിലോട്ട് എഗെയിൻ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സുചേട്ടൻ മരിച്ച വർഷം പോലും രേണുവിന് ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞു. ഓൺലൈൻ നമ്മുടെ നല്ല കാര്യങ്ങളല്ലേ വർഷങ്ങൾ ഓർക്കുന്നത്, നമ്മുടെ ദുരന്തം നടന്ന വർഷങ്ങളൊന്നും നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത വർഷങ്ങൾ നമ്മൾ ഓർക്കാറില്ല. അത്രയേ ഉള്ളൂ. അതിനുള്ള ഉത്തരം അതാണ്. എന്റെ വേണ്ടപ്പെട്ട ആള് മരിച്ച വർഷം ഞാൻ ഓർക്കുന്നില്ല. അത്രയേ ഉള്ളൂ. അതെനിക്ക് ഓർത്തെടുക്കാൻ വേണ്ടി ആ ദുരന്തം, അതായത് എന്റെ ലൈഫിലെ ഏറ്റവും കറുത്ത അധ്യായമാണ്. ആ കറുത്ത അധ്യായത്തെ പറ്റി ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതാണ് ഇപ്പം വിഷയം ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. രേണു സുധി എന്ന് പറയുന്ന വ്യക്തിയോട് വളരെ ക്ലിയർ ആയിട്ട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ രേണു സുധി ചോദിക്കുകയാണ്, സുധിച്ചേട്ടൻ മരിച്ചത് 25, 26, 23, 22 അല്ലേ എന്ന് മീഡിയക്കാരോട് ചോദിക്കുന്ന ഒരു ക്ലിപ്പുണ്ട്. ഈ ക്ലിപ്പായിട്ടുള്ള കാര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ ഒരു ഡിസ്കഷൻ ഉണ്ടായത്. എന്നാൽ രേണു സുധി പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ദുരന്തമാണ് ആ ഒരു ദിവസം. ആ ദുരന്തത്തെക്കുറിച്ച് ആലോചിക്കാനോ സംസാരിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് രേണു സുധി ഇവിടെ പറഞ്ഞത്. ചേച്ചി പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ട്. ചേച്ചിയുടെ ഏറ്റവും ദുരന്തം നടന്നിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് തന്നെയാണ്. പക്ഷെ അത് പറയുന്നതിന് ഒരു രീതിയുണ്ട്. മീഡിയക്കാരുടെ ചോദ്യത്തിന് കൊടുക്കേണ്ട ഒരു മറുപടി എന്താണെന്ന് വെച്ചാൽ, ആ ദിവസത്തെക്കുറിച്ച് ചിന്തിക്കാനോ ആലോചിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിഷമം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു അല്ലെങ്കിൽ വർഷമായിരുന്നു അത് എന്നാണ് പറയേണ്ടത്. പകരം അവർ ചോദിച്ചപ്പോൾ 2022 അല്ലേ എന്ന് മീഡിയക്കാരോട് ചോദിക്കുന്നതും ഇപ്പം ഈ പറഞ്ഞ റിപ്ലൈയും തമ്മിൽ ആനയും ഉറുമ്പും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. കാരണം ആ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഭർത്താവ് മരിച്ച ഡേറ്റ് നിങ്ങൾ മറന്നുപോയി എന്നും വർഷം മറന്നുപോയി എന്നുള്ളതും നിങ്ങൾ ആ വ്യക്തിക്ക് എന്ത് പ്രയോറിറ്റിയാണ് കൊടുത്തത് എന്നുള്ളത് ഈവൻ ആ വീഡിയോയിൽ കൂടെ എല്ലാവർക്കും മനസ്സിലായി. അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇല്ലാത്തൊരു കള്ളക്കഥ മെനഞ്ഞെടുത്ത് അല്ലെങ്കിൽ ഇല്ലാത്തൊരു കള്ള എക്സ്ക്യൂസ് മെനഞ്ഞെടുത്ത് പറഞ്ഞതാണ് ഇത് എന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. ദുരന്താനുഭവം ആണെങ്കിലും എങ്ങനെയാണ് നമുക്ക് മറക്കാൻ പറ്റുക? നമ്മളുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട വ്യക്തി നമ്മുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു ദിവസം എങ്ങനെ നിങ്ങൾക്ക് മറക്കാൻ പറ്റും? എങ്ങനെ നിങ്ങൾക്ക് ആ തീയതിയെ കുറിച്ച് ഓർക്കാനേ പറ്റില്ല, ചിന്തിക്കാനേ പറ്റില്ല എന്ന്? രേണുവിൻ്റെ വർത്തമാനപ്രകാരം സുധിമന്ത്രത്തോടു കൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് രേണു സുധി എന്ന് പറയുന്ന ആൾ. അപ്പോൾ ആ വ്യക്തി സുധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓർക്കില്ലേ? രേണുവിനെ സംബന്ധിച്ച് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഹോണ്ട് ചെയ്യുന്ന ഒരു തീയതി ആയിരിക്കും ആ തീയതി ആ വർഷം അറിയില്ല എന്ന് പറഞ്ഞതിനെ ഇമാതിരി രീതിയിൽ വളച്ചൊടിച്ച് എക്സ്ക്യൂസ് കൊടുക്കാൻ പറ്റുമോ? സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി, മറന്നുപോയി എന്ന്. എന്നാലും കുഴപ്പമില്ലായിരുന്നു. ഈ ന്യായീകരണം, എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞിട്ട് സ്വന്തം സൈഡിൽ നിന്ന് വരുന്ന ഒരു ന്യായീകരണം ഉണ്ട്, അതിലാണ് ക്ലിക്ക് ബൈറ്റ്. ആൻഡ് സുധിച്ചേട്ടനോടുള്ള ആത്മാർത്ഥകരമായിട്ടുള്ള സ്നേഹം സൂചിപ്പിക്കുന്ന അടുത്തൊരു ക്ലിപ്പും കൂടെ കണ്ടോ? ഇവിടെ അടുത്തല്ല, ഇവിടെ അല്ല, കൊല്ലം സിറ്റിയിലാണ്. ഞാനിപ്പോ വെളുപ്പിന് വന്നതേ ഉള്ളൂ. അപ്പം എങ്ങനെയാണെന്നറിയില്ല, പോകത്തില്ലായിരിക്കും. എല്ലാരും ഉള്ളപ്പോ തന്നെ ചെല്ലാനാ പറഞ്ഞത്. എങ്ങനെ ഇനിയിപ്പോ കുഞ്ഞിനെ കൂടെ കൊണ്ടുവരാൻ പോകണം, മോനില്ല. തന്റെ ഈ ഒരു വേഷത്തിലൊക്കെ അല്ലേ, കുറെ ദൂരമുണ്ട്. നാളെ എനിക്ക് തൃശ്ശൂര് പോകണം രാവിലെ, ഭയങ്കരമായിട്ട് ക്ഷീണമായിട്ട്. സോ ഈ ഒരു പീസ് ഞാൻ ഇതിൽ വെച്ചത് എന്തിനാണെന്ന് വെച്ചാൽ,
ഇത്രത്തോളം സുധിച്ചേട്ടനെ സ്നേഹിക്കുന്ന രേണു സുധിക്ക് അവിടം വരെ എത്തിയിട്ട് എന്തുകൊണ്ട് സുധിയുടെ വീട്ടിൽ പോകാൻ തോന്നിയില്ല? രേണു പറയുന്ന ഈ സ്ഥലവും സുധീന്റെ വീടും തമ്മിലുള്ള സ്ഥലവുമായി ബന്ധപ്പെട്ട് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളത് എനിക്ക് പേഴ്സണലി പറയാൻ അറിയില്ല, കാരണം ഞാൻ കൊല്ലംകാരിയല്ല. അതുകൊണ്ട് എന്നാലും ഇപ്പം അങ്ങനെ ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ രേണു സുധിക്ക് സ്വന്തമായി കാറുള്ളൊരു സിറ്റുവേഷനിൽ വേണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സുധീന്റെ വീട്ടുകാരെ കണ്ടു വന്നൂടെ? എന്തുകൊണ്ടാണ് രേണു ആ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാത്തത്? രേണുവിന് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് സുധീന്റെ ഫാമിലീനെ പോയി കണ്ടത് ആ സുധി മരിച്ച സമയത്ത് ഒരു വെള്ള ചുരിദാർ ഇട്ടിട്ട് ക്യാമറക്കാരൻ മുഴുവൻ കൂട്ടിക്കൊണ്ട് പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് രേണു കണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം രേണുവിന് ആ പരിസരത്ത് പോയി കണ്ടിട്ടില്ല. രേണു ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന മൂത്ത മകൻ കിച്ചു അവിടെ ഉണ്ടായിരുന്നില്ലേ? അമ്മേന്റെ ഫ്രീഡത്തിൽ കയറി കളിക്കാത്ത ആ കിച്ചുവിനെ പോലും ഒന്നും കാണാൻ തോന്നിയില്ലേ? രേണു വളരെ പ്രൗഢിയോടുകൂടി പറയുന്നു, ഇന്ന് പോകാൻ ചാൻസ് ഇല്ല, കാരണം നാളെ എനിക്ക് തൃശ്ശൂർ പോകണം. തിരക്കുകൾ മനസ്സിലാവാം. രേണു ഡെയിലി അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ അല്ലെ 2 ആഴ്ച കൂടുമ്പോൾ അല്ലെ 2 മാസം കൂടുമ്പം ഒരു ദിവസമെങ്കിലും ആ പർട്ടിക്കുലർ വീട്ടിൽ പോകുന്ന വ്യക്തിയാണ് രേണു എങ്കിൽ രേണുവിൻ്റെ അടുത്ത് ഒരാളും ഈ ചോദ്യം ചോദിക്കില്ലായിരുന്നു. കാരണം രേണു അത്രയ്ക്ക് അവിടെ പോകുന്ന ഒരാളാണ്. പക്ഷെ രേണു സുധി എന്ന് പറയുന്ന വ്യക്തി, കൊല്ലം സുധിയുടെ ഭാര്യ, വർഷങ്ങളായി ആ പരിസരത്തോട്ട് പോകുന്നുണ്ടോ എന്നുള്ള കാര്യം പോലും ആർക്കും അറിയില്ല. എന്നിട്ട് നിങ്ങളടുത്ത് ഒന്ന് പൊയ്ക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ഓഹോ എന്ന് പറയുന്ന ആ മെൻറ്റാലിറ്റി എന്താണെന്നുള്ളത് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കും. സുധീൻ്റെയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന സുധീൻ്റെ അമ്മ അച്ഛൻ, സുധി ജനിച്ചു വളർന്ന സ്ഥലമാണ് അവിടെ ഒന്ന് കാണാൻ പറ്റാത്ത മാത്രം തിരക്കിൽ കൂടെയാണല്ലോ രേണു സുധി ജീവിക്കുന്നേ എന്ന് ആലോചിച്ചൊരു ചേച്ചി ഈയിടയ്ക്ക് ഒരു ലേഡി യൂട്യൂബർ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ചേച്ചി കാറിലിരുന്ന റീൽസ് ഇട്ടപ്പോൾ സീറ്റ് ബെൽറ്റ് മാറ്റിയിട്ടെന്ന് പറഞ്ഞിട്ട് അതിനൊരു എന്താ പ്രതികരിക്കാനുള്ളത്? സീറ്റ് ബെൽറ്റിന്റെ കോൺട്രവേഴ്സി ആണോ അല്ലെ രേണുവിന്റെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺട്രവേഴ്സി ആണോ എന്നുള്ളത് ഇപ്പൊ ഈ ഒരു ഫോട്ടോ ക്ലിപ്പ് കൂടെ തന്നെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുമല്ലോ. എന്തായാലും അതൊക്കെ ഒരു വ്യക്തിഗതമായിട്ടുള്ള താല്പര്യമാണ്. അവർ ഏത് വസ്ത്രം ധരിക്കണം, എങ്ങനെ നടക്കണം എന്നുള്ളത്. അതിനെപ്പറ്റി കുറ്റം പറയാൻ ആർക്കും റൈറ്റ് ഇല്ല. പിന്നെ അഥവാ ആരെങ്കിലുമൊക്കെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ അതിനൊറ്റ റീസണേ ഉള്ളൂ, സ്തുതി മന്ത്രം ജപിച്ചുകൊണ്ട് നടക്കുമ്പം ഇങ്ങനത്തെ ഓരോ കളികൾ കാണുമ്പം എല്ലാവരും കയറി പറയുന്നു എന്നേ ഉള്ളൂ. എന്തായാലും എനിക്ക് വിഷയവുമായി ബന്ധപ്പെട്ടൊരു അഭിപ്രായമില്ല. അതൊക്കെ അവരുടെ വ്യക്തിഗതമായ താല്പര്യമാണ്. ഏത് വസ്ത്രം ഏത് രീതിയിൽ ധരിക്കണം, ഏത് ഫോട്ടോ ഇടണം, ഏത് റീൽസ് കളിക്കണം എന്നുള്ളത്. റീൽസ് എന്ത് വേണേലും ചെയ്യാം, പക്ഷേ അതിൻ്റെതായ ഒരു സാഹചര്യമുണ്ട്, അതിൻ്റെ ഒരു ടൈമും ഉണ്ട്. അല്ലാത്ത സമയത്ത് ഈ കളി, ഫോർ എക്സാമ്പിൾ ഓർമ്മയുണ്ടല്ലോ, സുധി മരിച്ച അന്ന് അലിൻ ജോസ് പെരേരനെയും കൂട്ടിയിട്ട് മരിച്ച അന്ന് മരിച്ച അന്നത്തെ ദിവസത്തിൻ്റെ ആണ്ട് സെലിബ്രേഷൻ്റെ അന്ന് അലിനെയും കൂട്ടിക്കൊണ്ടിട്ട് ഇങ്ങനെ ക്ലാപ്പ് അടിച്ചുകൊണ്ട് ഒരു റീല് ചെയ്തല്ലോ, അതൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ആളുടെ പേഴ്സണൽ ഇഷ്ടം. പിന്നെ രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി ഓഫ് കോഴ്സ് നിങ്ങൾക്കറിയാം, നല്ല ബോഡി ഷേപ്പ് ഉള്ള ആളാണ്, നല്ല ബോഡി സ്ട്രക്ചർ ഉള്ള ആളാണ്. ആൾ ബേസിക്കലി ഇറങ്ങിയത് ആൽബം ഷോർട്ട് ഫിലിം ആണെങ്കിലും ആൾക്ക് ഫാഷനോടും മോഡലിങ്ങിനോടൊക്കെ താല്പര്യമുണ്ട്. എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഫോട്ടോസ് വീഡിയോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുള്ളത് ബേസിക്കലി നമുക്ക് കണ്ടറിയാം. ആൻഡ് സെക്കൻഡ് തിങ്, ആൾ തന്നെ കുറച്ചും കൂടെ ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ട് വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സീൻസിലും കാര്യത്തിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ രേണു സുധീനെ സംബന്ധിച്ച് ദിസ് ഇസ് നോട്ട് എ ബിഗ് ഡീൽ. പിന്നെ ഇങ്ങനത്തെയൊക്കെ കാണിച്ചാൽ എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഒരു ഡിസ്കഷൻ ആവും, 4 ആൾ എന്നെ തെറി വിളിക്കും, അതുവഴി എനിക്ക് ഒരു റീച്ച് കിട്ടും എന്നുള്ള കാര്യം രേണു ചേച്ചിക്ക് അറിയാം. അതുകൊണ്ട് എന്നെ കളിക്കും. ഒരു വീടുണ്ടല്ലോ, വീട് ഒരു വീടുണ്ടല്ലോ, കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു വീട് വേണമെങ്കിൽ ഉണ്ടാക്കാം. എന്തായാലും വീട് വിട്ടിട്ടൊരു കളിയില്ല. സംഭവം വൃത്തിയിൽ പണിയില്ല, കോൺട്രാക്ട് കറക്റ്റ് അല്ല, മതിലില്ല, വിഷച്ചൻ്റെയാണ്, എന്തൊക്കെ കുന്നുണ്ടെങ്കിലും വീട് ഞാൻ കൊടുക്കൂല. കാരണം ഒരു വീടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലേ. എത്ര പൈസക്കാരാണെങ്കിലും, എത്ര ഇൻ്റർവ്യൂ ഉണ്ടെങ്കിലും, എത്ര ഷോർട്ട് ഫിലിം ഉണ്ടെങ്കിലും, എത്ര ഇനാഗ്രേഷൻ ഉണ്ടെങ്കിലും വീടുണ്ടാക്കണമെങ്കിൽ അത്യാവശ്യം നല്ല പൈസ വേണം ഇന്നത്തെ കാലത്ത്. അത് രേണു സുധി ഉണ്ടാക്കുന്ന വീടാകുമ്പം അതിൻ്റെ ഇതുണ്ടാവും. അതുകൊണ്ട് തന്നെ വീട് വിട്ട് കളിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ആൻഡ് രേണു ഈ വിഷയം വിടാൻ രേണു ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങൾ മീഡിയക്കാരോട് ചോദിക്കും, നിങ്ങൾക്ക് ചോദിച്ച് മതിയായില്ലേ? നിങ്ങൾക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം? ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് നിങ്ങളെങ്ങോട്ട് ഈ ചാടി പോകുന്നത്? പിന്നെ അവരെയും കുറ്റം പറയാൻ പറ്റില്ല, അവർക്ക് ഇതൊരു കണ്ടന്റ് മേക്കിംഗ് ആണ്. അപ്പോൾ അവർ ആ രീതിയിൽ തന്നെ അവർ സംസാരിക്കും, കാരണം രേണുവിൻ്റെ വായയിൽ നിന്ന് വരും. ആൻഡ് രേണുവിനെ സംബന്ധിച്ച് രേണുവിനും തീരെ ബോധമല്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വീടിൻ്റെ കോൺട്രവേഴ്സീസ് എല്ലാം കഴിഞ്ഞു, അച്ഛനും ഏതോ ഒരു മൂലയ്ക്ക് പോയി
ഫിറോസ് ഏതെങ്കിലും മൂലയ്ക്ക് പോയി ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഡിസ്കഷനോ ചർച്ചയോ നടക്കുന്നില്ല. വീണ്ടും ചർച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഇവർ ഈ കളി കളിക്കുന്നതെന്ന് അറിയില്ല. ഇനിയെങ്കിലും എൻ്റെ രേണുസുതി, നിങ്ങൾക്ക് ആവശ്യത്തിലധികം റീച്ച് ഉണ്ട്. റീച്ച് മീൻസ് ആവശ്യത്തിലധികം നെഗറ്റീവ് പബ്ലിസിറ്റി ഉള്ള ആൾ തന്നെയാണ്. യു ആർ ബ്രേവ്. പക്ഷെ ഒരു കാര്യം പറയാനുള്ളൂ, ഈ വീട് ഉപയോഗിച്ചുകൊണ്ട് ഇനി ഉണ്ടാക്കല്ല. മടുത്തടാ കേട്ട് 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 മടുത്ത്. സുധിച്ചേട്ടനെക്കാളും ഒരുപാട് ഉയരങ്ങളിൽ രേണു എത്തി എന്ന് പറയുന്നത് അത് വിശ്വസിക്കുന്നുണ്ടോ? എത്ര എവിടെ എത്തിയാലും ആളുടെ താല്പര്യമാണ്. ഞാൻ അദ്ദേഹം വലിയൊരു കലാകാരനാണ്. ഇത്ര അടുത്തെടുത്ത് കഴിഞ്ഞാൽ സൗണ്ട് അദ്ദേഹം വലിയൊരു കലാകാരനാണ്. സുധിച്ചേട്ടനേക്കാൾ ഉയരങ്ങളിൽ രേണു എത്തിയിട്ടില്ല. അദ്ദേഹം നല്ല കലാകാരനാണെന്ന് രേണു പറയുന്നു. പക്ഷെ ഞാൻ പറയുന്നു, രേണു സുധി എന്ന് പറയുന്ന വ്യക്തി സുധി എന്ന് പറയുന്ന വ്യക്തിനേക്കാളും ഉയർച്ചയിൽ എത്തിയിട്ടുണ്ട്. സുധി എന്ന് പറയുന്ന വ്യക്തി മീഡിയയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. ആ കാലങ്ങൾ കൊണ്ട് സുധി ഉണ്ടാക്കാത്ത റീച്ചും പബ്ലിസിറ്റിയും രേണു സുധി എന്ന് പറയുന്ന വ്യക്തി ചുരുങ്ങിയ വർഷം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ രേണു സുധി എന്ന് പറയുന്ന വ്യക്തി സുധിനേക്കാൾ ഉയർന്നു. പക്ഷെ സുധിയും രേണു സുധിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സുധി പോസിറ്റീവ് പബ്ലിസിറ്റിയോട് കൂടി ഉയർന്ന വ്യക്തിയാണെങ്കിൽ രേണു സുധി എന്ന് പറയുന്ന വ്യക്തി നെഗറ്റീവ് പബ്ലിസിറ്റി, കോൺട്രവേഴ്സികൾ, ഹെയ്റ്റുകൾ കൊണ്ട് റീച്ച് ആയിട്ടുള്ള ഒരാളാണ്. അതാണ് സുധിയും രേണുവും തമ്മിലുള്ള ഒരു ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ആൻഡ് രണ്ടാമത്തെ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ, രേണു സുധിനി എത്രയൊക്കെ റീച്ചിലെത്തിയാലും സുധി എന്ന് പറയുന്ന വ്യക്തിക്ക് ജനങ്ങളുടെയും സമൂഹത്തിന്റെയും മുമ്പിൽ ഉണ്ടാവുന്ന ഒരു വിലയുണ്ടല്ലോ. ആ ഒരു വില രേണു സുധി എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ലോകത്ത് കിട്ടാൻ പോകുന്നില്ല. ആ മനുഷ്യൻ 10 അല്ല 20 അല്ല 30 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാലും കൊല്ലം സുധീനോട് തോന്നുന്ന ഒരു പോസിറ്റീവ് അറ്റാച്ച്മെന്റ് ഉണ്ട്. അത് രേണു സുധി ചേച്ചിക്ക് കിട്ടൂല. അതും രേണുവും സുധിയും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ റീച്ച് ആയിട്ടുണ്ട്, നിങ്ങൾ ഉയർന്നിട്ടുണ്ട് നെഗറ്റീവ് കൊണ്ട് മാത്രം. ഇനി ആ സൈഡിൽ രേണു സുധി ചേച്ചിയുടെ ഒരു ഡാൻസ് വെക്കാം. ഓഫ് കോഴ്സ് ഷീസ് ടാലന്റഡ് ആണ്, ഡാൻസ് അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്, പാട്ടുണ്ട്. രേണുവിൽ കണ്ടൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒന്നും ചെയ്യാൻ ആൾക്ക് മടിയില്ല. പാട്ടെങ്കിൽ പാട്ട്, ഡാൻസ് എങ്കിൽ ഡാൻസ്. ഈ ഡാൻസുമായി ബന്ധപ്പെട്ട് ഇനി വരാൻ പോകുന്ന ഒരു കോൺട്രവേഴ്സിയാണ് ഈ നേവൽ കാണിച്ചേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ, സാരി ഉടുക്കുന്ന സമയത്ത് നമ്മൾ ഡാൻസ് കളിക്കുമ്പം നമ്മൾ ഇനി ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ മറച്ച് ഇവിടെ പിടിച്ച് കുത്തിയാൽ മാത്രം ഒന്നും പുറത്ത് വരില്ല എന്നല്ലാണ്ട് നമ്മുടെ മൂവ്മെന്റ്സിനനുസരിച്ച് തന്നെ നമ്മുടെ ബോഡിയുടെ പോസ്റ്റേഴ്സും സാധനങ്ങളൊക്കെ പുറത്തോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ ഇതൊരു കോൺട്രവേഴ്സിയായി കണ്ടുകൊണ്ട് ഇതിന്റെ താഴെ ഒരുപാട് നെഗറ്റിവിറ്റി ഇടുന്ന ആൾക്കാരുണ്ട്. അത് എല്ലാത്തിനും നെഗറ്റീവ് പറയരുത്. അവർ ചെയ്യുന്ന നല്ലതും അല്ലെ അവരുടെ ഭാഗത്തു നിന്ന് അറിയാണ്ട് സംഭവിക്കുന്ന കാര്യത്തിലും അവരിങ്ങനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമുക്ക് പറയാനുള്ള ഒരു സ്പേസ് ഉണ്ടെന്ന് കരുതി അങ്ങനെ പറയരുത്. കാരണം ഇതിന്റെ താഴെ വന്നിട്ടുള്ള ഒരുപാട് കമന്റ്സുകൾ ഞാൻ ശ്രദ്ധിച്ചു. അതുകൊണ്ട് ഞാൻ പറയാണ്, ആ കമന്റ്സ് ഒന്ന് എടുത്തു വെച്ച് ക്രോസ് ചെക്ക് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊക്കെ പാർട്ട് ഓഫ് ഡാൻസ് അതിൽ സംഭവിച്ചാണ്. എന്തായാലും രേണു സുധി എന്ന് പറയുന്ന വ്യക്തി ഓഫ്കോഴ്സ് സോഷ്യൽ മീഡിയയിൽ ഒരു സ്പേസ് ഉള്ള, അല്ലെങ്കിൽ സ്പേസ് ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്ന ഒരാൾ തന്നെയാണ്. രേണു സുധി ഒരുപാട് ഗ്രോത്ത് ഉണ്ട്. ആ ഗ്രോത്ത് അങ്ങനെ പോട്ടെ. അതിൻ്റെ കൂടെ ചെറിയ രീതിയിൽ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി ഒക്കെ മാറി ഒന്ന് പോസിറ്റീവിലോട്ട് ഇറങ്ങാൻ പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.